കറൂപ്പ് പിടിക്കാൻ വേണ്ടി ചൂണ്ടുണ്ടാക്കുകയാണ്. കണ്ണും പിടിക്കണല്ലോ. മൂന്നുണ്ട്, അതുകൊണ്ട് അവിടെ രണ്ടെണ്ണമുണ്ട്, ഒരെണ്ണം കൂടി, മൊത്തം മൂന്നുണ്ട്. പാടത്തെ മുഴുവൻ മീനും പിടിച്ചിട്ടാ പറയുന്നത്. ബാക്കി പിടിച്ചു കഴിഞ്ഞിട്ട് വേണം. അപ്പൊ സത്യനച്ചിച്ചൻ ഞാഞ്ഞൂളിനെ പിടിക്കണ കുഞ്ഞെ കാണിച്ചേ. കുറച്ച് ഞാഞ്ഞൂളെ കിട്ടി. അപ്പൊ ചൂണ്ടയൊക്കെ റെഡിയായി. പോവാം റെഡി. ഞങ്ങളപ്പോ തോട്ടിലേക്ക് മീൻ പിടിക്കാൻ പോണേണ്ട ഇതാണ് കാണുന്നത്. ചെളിയാണ് മൊത്തം. തോട്ടിലേക്ക് പോണ വഴിയൊക്കെ ചെളിയാണ്. ചൂണ്ടക്കാര് ദേ വരുന്നു. ചൂണ്ടക്കാര് പോട്ടെ. ആ ഞാഞ്ഞൂള് പോയി. പാടത്തേക്ക് പോകുന്ന വഴിയാണത്. എല്ലാത്തിനും പാടത്തുള്ള മുഴുവൻ മീനും പിടിക്കാനുള്ള പരിപാടിയിലാണ് പോണത്. ചിലപ്പോ ഒന്നും കിട്ടില്ല, ചിലപ്പോ ഒന്ന് രണ്ടെണ്ണം കിട്ടും. ഇതാണ് ഞങ്ങളുടെ പാടം. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ചൂണ്ടിടാൻ അവിടെ ഒരു സ്പോട്ട് ഉണ്ട്, നല്ല സ്പോട്ടാന്ന് പറഞ്ഞു. ബ്രാലുകൾ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പോഴേ ബ്രാലുകൾ കിടന്ന് ഭയങ്കര വെട്ടലായിരുന്നു. പക്ഷെ രണ്ട് മഴ പെയ്തപ്പോ അതൊക്കെ കയറിപ്പോയിണ്ടാവും തോന്നുന്നു. പോയി നോക്കാം. കിറ്റാക്കിയിട്ട് ഇല്ലെങ്കിൽ ചട്ടി, പിന്നെ കിട്ടില്ലെങ്കിൽ ഊട്ടി. ഓക്കെ. ഫസ്റ്റ് എന്റെ മോൻ തന്നെ മീനെ പിടിക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ അവൻ ചൂട് ഏറെ കോർത്തു ഇടാൻ പോണാണ്. ചെല്ലടാ കുഞ്ഞാ, ഫസ്റ്റ് തന്നെ ഒരു മീനെ പിടിക്കുമ്പോ ചെല്ലു. ഞങ്ങളുടെ പാടത്ത് ഞങ്ങൾ ചൂണ്ടയിടൽ മത്സരത്തിലാണ്. ഇത്രയും പേരുള്ളൂ. ഇപ്പൊ കിട്ടും എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിപ്പ്. ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാരും 1 മണിക്കൂർ പോലും ക്ഷമയില്ലാത്തവരാണ് എല്ലാരും. അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും തിരിച്ചു പോകുന്നതാണ്. മീൻ വെട്ടണമില്ല, കിട്ടണമില്ല, കൊത്തണമില്ല. ഓക്കെ. ഇതെന്നാ പരിപാടി ഗൈസ്? ഇത് നല്ലൊരു ഇതാണ്. നമ്മൾ എല്ലായിടത്തും കാണുന്ന സാധനമല്ല ഗൈസ്. ഇത് ചില ഗ്രാമീണ സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ഇതാണ് ഗൈസ്. വേറെ എങ്ങും സ്ഥലത്ത് കാണാനില്ല ഗൈസ്. എല്ലാം മനസ്സിലായി ഗൈസ്. മനസ്സിലായില്ലേ ഗൈസ്?